ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇനി വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളുണ്ടോ, നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു കാര്യങ്ങളാണ് വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയിട്ട് തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക്. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളുണ്ടോ, ഇപ്പോഴുള്ള അവരുടെ നിങ്ങളുടെ പേഴ്സന്റെ ചിന്തകള്, ഫീലിങ്സുകൾ എന്തൊക്കെയാണ്, നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടോ, ആ ഒരു പേഴ്സൺ നിങ്ങളെ മറന്നോ, അതോ അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ, നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളുണ്ടോ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻസ്, അവരുടെ കറണ്ട് ഫീലിങ്സ് ഇതെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഹാങ്ങിങ് മാൻ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. Ace of Wands, Ace of Swords, Two of Swords, Two of Pentacles, The Magician card. Okay, അപ്പോൾ നമുക്ക് മാസ്റ്റർ കാർഡ്, ദ ഹെറോഫൻ കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്ട്, ആ ഒരു രീതിയിലാണ്. സെപ്പറേഷനിലേക്ക് പോയിട്ടില്ല എങ്കിലും ഒരു നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്ട് ആ ഒരു രീതിയിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നമുക്കിവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണാനായിട്ട് വരുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അതൊരു പേഴ്സൺ ആകണമെന്നില്ല, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു രീതിയിലാകണമെന്നില്ല. മേ ബി ഒരു പേഴ്സൺ ചിലപ്പോൾ കുറച്ച് ആളുകൾക്ക് ഒരു പേഴ്സൺ ആയിരിക്കാം, ബാക്കിയുള്ളവർക്ക്, കൂടുതൽ ആളുകൾക്ക് ഇവിടെ ഒരു പേരൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇവരൊക്കെയാണ് ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നത്. അപ്പൊ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോകുമ്പോഴും അവര് നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. എങ്ങനെ ഈ സിറ്റുവേഷൻസ് ഒക്കെ ഓവർകം ചെയ്ത് ഇതൊക്കെ ഒന്ന് സോൾവ് ചെയ്യും എന്നതിനെ കുറിച്ചൊക്കെ ഓർത്ത് അവര് വളരെയധികം വിഷമിക്കുന്നു, സങ്കടപ്പെടുന്നു. വളരെ ഒരു വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിലെത്താനായിട്ട് ഒരു അവസരത്തിന് വേണ്ടി അവർ കാത്തിരിക്കുന്ന എനർജീസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അവർ വളരെയധികം കാത്തിരിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് സെറ്റിൽഡ് ചെയ്ത്, ഓവർകം ചെയ്ത്, തരണം ചെയ്ത് നിങ്ങളിലേക്ക് എത്താനായിട്ട് അവരൊരു അവസരത്തിന് കാത്തിരിക്കുന്നു. ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് വരും എന്നാണ് കാണുന്നത്. പക്ഷെ ഇവിടെ ഒരു തടസ്സമായിട്ട്, അവരുടെ മുന്നിൽ ഒരു തടസ്സമായിട്ട് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഒരു സിറ്റുവേഷനോ ഒരു വ്യക്തിയോ സ്ട്രോങ് ആയിട്ട് അവരുടെ ഫ്രണ്ടിൽ നിൽക്കുന്നു. അവർക്ക് ഒത്തിരി അധികം ആഗ്രഹമുണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട്. വളരെയധികം സ്നേഹത്തോടെ, സ്നേഹം കൈകളിൽ ഏന്തി നിങ്ങളിലേക്ക് വരികയാണ്. ഹൃദയം നിറഞ്ഞ ഒരു സ്നേഹം തന്നെയാണ് അവർക്ക് നിങ്ങളോടുള്ളത്. അത് പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഇവിടെ അതിനെ തടഞ്ഞു നിർത്തുന്നു. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണെന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു വ്യക്തികൾ ഒരു ബ്ലാക്ക് മാജിക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൂടി ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഒരു തേർഡ് പാർട്ടിയുടെ സൈഡിൽ നിന്നുള്ളത്. പക്ഷെ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ഒത്തിരി ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ അവര് പലതവണ ശ്രമിച്ചിട്ടും നിങ്ങളുടെ അരികിലെത്താൻ പറ്റാത്ത ആ ഒരു വിഷമം അവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് അവർക്കൊരു നിരാശ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കുന്നത്. അവരുടെ ഹൃദയത്തിൽ ഇരുന്നിങ്ങനെ വിങ്ങുന്ന പോലെ ഒരു വിഷമം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് ഉറങ്ങാനായിട്ട് നല്ല രീതിയിൽ ഉറങ്ങാൻ സാധിക്കുന്നില്ല. എപ്പോഴും തന്നെ തനിച്ചാകുന്ന സമയങ്ങളിൽ അവർക്ക് കരച്ചിൽ വരുന്നു, വിഷമിക്കുന്നു, ഒരു കരയുന്ന എനർജീസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്.
ഉറങ്ങുന്ന സമയത്ത് പോലും അവർക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റാതെ അവർ ഉറങ്ങുന്ന സമയത്തൊക്കെ കരയുകയാണ്. ആ ഒരു വിഷമത്തില് വേദന അവർക്കുണ്ട്. പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവരുടെ ഈ അവസ്ഥകളൊക്കെയോ അല്ലെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങളൊന്നും ഷെയർ ചെയ്യാനായിട്ടും ഇവർക്ക് ആരുമില്ല. ആരോട് ഷെയർ ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനും ആ ഒരു സെയിം സിറ്റുവേഷൻ, നമുക്കിവിടെ മിറർ എനർജി വരുന്നതുകൊണ്ട് തന്നെ ഒരു സെയിം സിറ്റുവേഷൻ ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നിങ്ങൾക്കും ഇത് ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല ആരോടും എന്നുള്ള രീതിയിൽ. നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് ആരുമില്ല, അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷനും ആയിരിക്കത്തില്ല ചിലപ്പോൾ. അപ്പം അത് അത്തരത്തിലുള്ള ഒരു എനർജി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. അങ്ങനെ നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ആ വിഷമം നമുക്ക് ഒരു കുറഞ്ഞതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ആ വിഷമം നമ്മുടെ ഇതിൽ നിന്ന് പോയ പോലെ, ഒരു മനസ്സിന്റെ ഒരു ഭാരം മാറിയ പോലെ ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെ പറയാനായിട്ട് പറ്റുന്നില്ല ഈ ഒരു പേഴ്സൺ. അങ്ങനെ വിശ്വസിച്ച് പറയാനായിട്ട് ഇപ്പോൾ ഇവരുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ഇവരുടെ ഇതിലോ ആരുമില്ല. നിങ്ങൾക്കും അതുപോലെ തന്നെയാണ് എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതാണ് ഇവർക്ക് കൂടുതൽ വേദന കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു ശക്തിക്കും നിങ്ങളെ ഇങ്ങനെ ഒന്നിച്ച് ചേർത്ത് നിർത്തുന്നതിൽ നിന്ന് തടഞ്ഞു വെക്കാനായിട്ട് കഴിയില്ല. എങ്ങനെ പോയാലും നിങ്ങൾ ഒരുമിച്ച് ചേരേണ്ടവർ തന്നെയാണ്. ഇനി ഒരു തേർഡ് പാർട്ടി പേഴ്സൺ ആയിക്കോട്ടെ, ബ്ലാക്ക് മാജിക് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് ചെയ്തെന്ന് വന്നാലും ഇത് നിങ്ങളെ ഒന്നിപ്പിക്കുന്നത് തടയാനായിട്ട് ആർക്കും കഴിയില്ല എന്നാണ് കാണുന്നത്. കുറച്ചു നാളത്തേക്കൊക്കെ ഇതിങ്ങനെ വിട്ടു നിൽക്കും. കാരണം നമ്മളിപ്പോൾ ബ്ലാക്ക് മാജിക് ആയിക്കോട്ടെ, എന്ത് സംഭവങ്ങൾ നമ്മൾ ചെയ്താലും ഒരു പരിധി കഴിയുമ്പോൾ അതിന്റെ ശക്തി കുറയും. അത് നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ അത് കുറഞ്ഞു അതിന്റെ എനർജീസ് കുറഞ്ഞു പോകും. അപ്പൊ ആ ഒരു സമയം കഴിയുമ്പോൾ വീണ്ടും നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പേഴ്സന്റെ സ്നേഹത്തിന്റെ എനർജിയും കൂടെ നല്ല ശക്തിയായിട്ട് കയറി വന്നിട്ട് ഒരുമിച്ച് ചേരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആർക്കും ഇത് തടഞ്ഞു വെക്കാനായിട്ട് കഴിയില്ല എന്നാണ് എന്നാണ് നമുക്കിവിടെ എനർജി കിട്ടുന്നത്. ഓക്കെ, പിന്നെ തേർഡ് പാർട്ടി ഫ്യൂച്ചറിൽ ഇനി ഇത് തടഞ്ഞു വെച്ചാലും അവർക്ക് കുറെ നാൾ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ പിടിക്കാനായിട്ട് പറ്റും എന്നല്ലാതെ അവർക്ക് ഈ ഒരു പേഴ്സണെ നേടിയെടുത്തുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ അവരുടെ സൈഡിലേക്ക് കൊണ്ടുപോകാനോ ഒന്നും കഴിയില്ല. കാരണം യൂണിവേഴ്സ് ആയിട്ട് യോജിപ്പിച്ചിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ തമ്മിൽ. യൂണിവേഴ്സിന്റെ ഒരു അനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ. ഒരു സോൾമേറ്റ് എനർജിയാണ് നമ്മളിവിടെ കൂടുതലായിട്ട് കാണുന്നത്. സോൾമേറ്റ് എനർജിയും അതുപോലെ കുറച്ച് ആളുകൾക്ക് ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ട്വിൻ ഫ്ലെയിം കണക്ഷനിലുള്ളവരാണെങ്കിൽ ട്വിൻ ഫ്ലെയിം സെപ്പറേഷൻ ഒക്കെ ആയിരിക്കാം ഈ ഒരു സമയം എന്ന് വിചാരിക്കുന്നു. ഒരുമിച്ചുണ്ടായിരുന്ന സമയം ഒരു വളരെ സത്യസന്ധമായ രീതിയിൽ അവരെ മനസ്സിൽ കൈവച്ചു പറയുകയാണെങ്കിൽ അത്ര ഹാപ്പി ആയിരുന്നു അവര്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുമിച്ച് ചേരണമെന്നും വളരെയധികം നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാകാം, അവരും ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നീട് വരുന്ന കാർഡുകൾ എല്ലാ തടസ്സങ്ങളും മാറി ഒരു റീബർത്ത് ഉണ്ടാകാനായിട്ട് ഈ ഒരു പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്ന എനർജീസ് വരുന്നുണ്ട്. ഒത്തിരി ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത് ഒരു പുതിയ തുടക്കം ഈ ഒരു റിലേഷൻഷിപ്പിന് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ അവസരങ്ങൾക്ക് വേണ്ടി ഇവർ വെയിറ്റ് ചെയ്യാണ്. നിങ്ങളിലേക്ക് വരാനായിട്ട് ഇവർക്ക് ഓരോ അവസരങ്ങൾ ഇവർ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. തക്കതായ ഒരു സമയം എത്തിച്ചേരുമ്പോൾ അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ വരണം എന്നുള്ളൊരു ഫീലിങ്സ് ആണ് അവർക്ക് ഇപ്പോൾ തോന്നുന്നത്. അപ്പൊ നിങ്ങളിലേക്ക് എത്താൻ പറ്റാതെ ഇങ്ങനെ വീർപ്പ് മുട്ടിയിരിക്കുന്ന ഈ ഒരു സമയത്ത് വളരെയധികം നിരാശയും ഡിപ്രഷനും വിഷമങ്ങളും ഒക്കെ ഒരു പേഴ്സൺ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഇവരുടെ മെയിൻ ഫീലിങ്സ്. ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അവരുടെ ഹൃദയത്തിൽ നിങ്ങൾ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് ഇവിടെ ഒരു കാര്യമില്ല. കാരണം അത്രയും ആഴത്തിൽ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾ ഉണ്ട്. പിന്നെ അവരുടെ ഫീലിങ്സ് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുമുണ്ട്. അപ്പം അവരുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി ഉയർച്ചകളൊക്കെ കൊണ്ടുവന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇത്. കാരണം നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷമായിരിക്കും അവരുടെ ലൈഫിൽ പല പല കാര്യങ്ങളും ഉയർച്ചയിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഈ വ്യക്തി നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു പ്രസൻസ് ഇവർക്കൊരു നല്ലത് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഈ വ്യക്തിക്കറിയാം. അതുകൊണ്ട് നിങ്ങളെ നഷ്ടമാക്കി കളയാനായിട്ട് ഇവര് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ഒരിക്കലും നഷ്ടമാകരുത് എന്ന് അവർ ചിന്തിക്കുന്നു എന്നുള്ള എനർജീസ് വരുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഇവരുടെ ഫീലിങ്സ്. ഇനി എന്ത് ചെയ്തിട്ടാണ് നിങ്ങളുടെ അരികിലേക്ക് എത്തേണ്ടത് എന്ന് വ്യക്തി ചിന്തിക്കുകയാണ്. ഇനി ഏത് വഴിയിലൂടെ ഞാൻ പോയാൽ നിങ്ങളുടെ അരികിൽ എത്താനായിട്ട് പറ്റുമെന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്കത് ഒരു വ്യക്തികളോട് ഷെയർ ചെയ്യാനോ അവർ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാനോ അങ്ങനെ ഒന്നും പറ്റുന്നില്ല. ഇവർ തന്നെ ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നത്. പിന്നെ ഇവർക്ക് ഒരു സ്പിരിച്വൽ പാത്ത് മാത്രമാണ് മുന്നിലുള്ള ആകെ ഒരു വഴി. അവർ അത് തേടുന്നുണ്ട്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ വ്യക്തി ശരിക്കും മനസ്സുകൊണ്ട് ഇപ്പോ ഇവരായിരിക്കുന്ന സിറ്റുവേഷനിൽ ഇല്ല എന്നാണ് കാണുന്നത്. ഇവര് നിങ്ങളോടൊപ്പമാണ് മനസ്സുകൊണ്ടുള്ളത്. ഇവർ ശരീരം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവരിയ്ക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ അവരുള്ളത്. ഓക്കെ,
പിന്നെ നിങ്ങൾ അറിയാത്തതായിട്ടുള്ള പല സിറ്റുവേഷൻസ്, പല കാര്യങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ട് എന്ന്, അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടത്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ അറിയാത്തതായിട്ട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങളെ അവരുടെ ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് ആണ് നമുക്ക് പിന്നീട് വരുന്ന കാർഡുകളിൽ വരുന്നത്. നിങ്ങളെ ഒരു ക്യൂനായിട്ട് അല്ലെങ്കിൽ ഒരു കിങ് ആയിട്ടൊക്കെ നിങ്ങളുടെ പേഴ്സൺ കാണുന്നു. നിങ്ങളെ അവർ വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യുന്നു, അവരിലേക്ക് അട്രാക്ട് ചെയ്യുന്നു. ഒരു അത്ഭുതം ഒരു മിറാക്കിൾ നടന്നിട്ടായാലും വേണ്ടില്ല, നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ വരണമെന്ന് അവർ ഒത്തിരി ആഗ്രഹിക്കുന്ന എനർജീസ് ആണ് നമുക്ക് വരുന്നത്. അവർ അങ്ങനെ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഇനി ഇതൊക്കെ ഒന്ന് എടുത്തു മാറ്റി, ഈ തടസ്സങ്ങളൊക്കെ മാറ്റി, ഈ പ്രശ്നങ്ങളൊക്കെ സംസാരിച്ച് തീർത്ത് അല്ലെങ്കിൽ ചെയ്ത് തീർത്ത് ഇനി അത് നിങ്ങളിലേക്ക് വന്ന് റീസ്റ്റാർട്ട് ചെയ്ത് ഈ റിലേഷൻഷിപ്പ് പുതുക്കി ഒക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് അത്രയൊന്നും കാത്തിരിക്കാനോ, അവർ ഇപ്പം തന്നെ മടുത്ത് വെയിറ്റ് ചെയ്ത്. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ചിന്തിക്കുകയാണ്, ഇനി എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതം സംഭവിച്ച് ഈ ഒരു പേഴ്സൺ എന്നെ ഇത് റിലേഷൻഷിപ്പിലേക്ക് പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ, അല്ലെ എന്നിലേക്ക് പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ വരെ ഒരു വ്യക്തി ചിന്തിക്കുന്നു. അത്ര ഫീലിങ്സ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാടൊരു അഡിഷൻ തോന്നുന്ന സമയമാണിത്. നിങ്ങളോട് സിൻസിയർ ആയിട്ട് സ്നേഹം തോന്നുന്ന, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചു സിൻസിയർ ആയിട്ട് തന്നെ, ആ ഒരു സിൻസിയർ ആയിട്ടുള്ള നിങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു റിവാർഡ് നിങ്ങൾക്ക് കിട്ടും എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കൊണ്ടിരുന്ന ഒരു ടോപ്പിക്ക് അവരുടെ ഹൃദയത്തിൽ, അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ എന്നുള്ളതാണ്. അവരുടെ ഈ ഫീലിങ്സ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ നിങ്ങളുണ്ട്. നിങ്ങളെ മറന്ന ഒരു മിനിറ്റ് പോലും അവർക്കില്ല അവരുടെ ജീവിതത്തിൽ. ഓക്കെ, വളരെയധികം നല്ല ഫീലിങ്സുകൾ, നല്ലൊരു റീഡിങ്ങുമാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കുറച്ച് സോൾ മെസ്സേജസും കൂടി നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നമുക്കൊരു സോൾ മെസ്സേജസ് കിട്ടിയിട്ടുണ്ട്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഡയറക്റ്റായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമുക്ക് നോക്കാം. ഇഫ് ഐ ഹാഡ് എ ചോയ്സ്, ഇഫ് ബീങ് വിത്ത് എനിവൺ ഇൻ ദ വേൾഡ്, ഐ വുഡ് സ്റ്റിൽ ചൂസ് യു. ഓക്കെ, ഈ ഒരു ലോകത്ത് ഇനി എപ്പോഴെങ്കിലും ഒക്കെ ആരെങ്കിലും ചോദിക്കുകയാണ് ആരുടെ കൂടെ ഇരിക്കാനാണ്, അല്ലെങ്കിൽ ഇവർക്കൊരു ചോയ്സ് കിട്ടുകയാണ് ആരുടെ കൂടെ ചെലവഴിക്കാനാണ് ഇനി നിങ്ങൾക്ക് ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സമയത്ത് നിങ്ങളെ തന്നെ ചൂസ് ചെയ്യാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്. സോ മെനി ഓഫ് മൈ സ്മൈൽസ് ബിഗിൻസ് വിത്ത് യു. ഓക്കെ, അവരുടെ ഓരോ പുഞ്ചിരികളും തുടങ്ങിയത്, അല്ലെങ്കിൽ അവർക്ക് പുഞ്ചിരിക്കാൻ കഴിഞ്ഞത് നിങ്ങളോടൊപ്പമായിരുന്ന സമയത്താണ്. കൂടുതലായിട്ടും അവർ സന്തോഷിച്ചിരുന്നു. അത് നമുക്ക് റീഡിങ് കിട്ടിയതാണ്. ഓക്കെ, യു ഹാവ് മേഡ് മീ എ പാർട്ട് ഓഫ് യുവർ ഫാമിലി. ഓക്കെ, എപ്പോഴും ഒരു ഫാമിലിയിലെ മെമ്പർ ആയിട്ടാണ് നിങ്ങൾ അവരെ കണ്ടിട്ടുള്ളതെന്ന് അവർക്കറിയാമെന്ന് പറയുന്നു. യു മേക്ക് അവർ ലൈഫ് എക്സ്ട്രാ ഓർഡിനറി. ഓക്കെ, നമ്മുടെ ജീവിതം എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റിയത് നീയാണ് എന്നാണ് ആ ഒരു പേഴ്സൺ പറയുന്നത്. യു മേക്ക് മീ ഫീൽ ലൈക്ക് ഐ ക്യാൻ ഗെറ്റ് ത്രൂ എനിത്തിങ് ആസ് ലോങ് ആസ് ഐ ഹാവ് യു. ഓക്കെ, നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഫീലിംഗ്, അത് തന്നെ നമുക്ക് റീഡിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഒരു പ്രസൻസ് ആണ് അവർക്ക് ഉയർച്ചകൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ഒരു ഫീലിങ്സ് അവർക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. വളരെ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സോൾ മെസ്സേജസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, യു ഹാവ് ടോട്ട് മീ ദ ട്രൂ മീനിങ് ഓഫ് ലവ്. ഓക്കെ, സ്നേഹത്തിന്റെ യഥാർത്ഥ ഭാഷ അല്ലെങ്കിൽ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തത് നിങ്ങളാണ് എന്ന് അവർ പറയുകയാണ്. യു മേക്ക് മീ ഫീൽ ദാറ്റ് ഐ ആം ദ ഓൺലി വൺ ഇൻ ദ വേൾഡ്. ഓക്കെ, നിങ്ങൾ അവരെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ലോകത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ. അത്രയും സ്പെഷ്യലായിട്ട് നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ട് എന്നാണ് ഈ ഒരു പേഴ്സണ് അറിയാം. ആ ഒരു കാര്യം അവർ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. കാരണം സിൻസിയർ ആയിട്ട് നിങ്ങൾ സ്നേഹിച്ചു, അതിനുള്ള റിവാർഡ് നിങ്ങൾക്ക് കിട്ടുന്നു എന്ന റീഡിങ്ങിൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. യു ആർ ടു ക്യൂട്ട് ആൻഡ് അഡോറബിൾ. ഓക്കെ, നിങ്ങൾ വളരെ ക്യൂട്ടാണ്, അതുപോലെ നിങ്ങളെ ഒത്തിരി ആരാധനയാണ് അവർക്ക് നിങ്ങളോട്, റെസ്പെക്റ്റ് ആണ്, ആരാധനയാണ് എന്നാണ് ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് 2 months എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. വിത്തിൻ 72 hours 2002 കോട്ടയം ജില്ല
ലോയർ, ട്രൂ ലവ്, ഇതൊരു ട്രൂ ലവ് ആണ് എന്ന് കാണുന്നു. 2023. നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1978 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നു. 1984. ലൈഫ് ചേഞ്ച്, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരാനായിട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. ഹോണസ്റ്റ്, സത്യസന്ധത ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ. 1992 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നവംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എൽ, ലെറ്റർ ജി. 1982 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. ജാനുവരി മന്ത് 1975. കൊല്ലം ജില്ല എന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. നമ്പർ 12 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കാനും അല്ലെങ്കിൽ ഫുട്ബോൾ കളിയൊക്കെ ഭയങ്കര ക്രേസ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 29 നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 34 കിട്ടുന്നുണ്ട്. നമ്പർ 31 കിട്ടുന്നുണ്ട്. നമ്പർ 45, ലെറ്റർ ആർ. 777 എന്ന് പറയുന്ന റേഞ്ച് നമ്പർ കിട്ടുന്നു. അതുപോലെ തന്നെ 1976 എന്ന് പറയുന്നൊരു വർഷവും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലോസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിന്റെ ലാസ്റ്റിൽ ഞാൻ കുറച്ച് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സിന്റെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ മറക്കാതെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.